ഇൻഡക്റ്റീവ് റീസണിങ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ ഉപയോഗിക്കുന്ന ഒരു റീസണിങ് ടൈപ്പാണ് ഇത്. ബലൂണിങ് അപ്രോച്ചാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ചെറുതിൽ നിന്നും വലുതിലോട്ട് പോകും. ഫസ്റ്റ് നമ്മൾ ഒരു പ്രശ്നം എന്തെങ്കിലും സൊസൈറ്റിയിലോ അല്ലെങ്കിൽ ഒബ്സർവേഷൻ വഴിയൊക്കെ ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യും. അത് കഴിഞ്ഞ് ആ പ്രോബ്ലത്തിൻ്റെ സ്പെസിഫിക് ഏരിയ, സബ് ഏരിയ, ബ്രോഡ് ഏരിയ ഒക്കെ കണ്ടുപിടിച്ച് നമ്മുടെ ആ ഒരു റിസർച്ച് കൂടുതൽ വ്യാപിപ്പിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഒരു സ്പെസിഫിക് പ്രോബ്ലത്തിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഈ ചിലവ് കുറഞ്ഞാൽ ചീപ്പായിട്ടുള്ള എയർലൈൻസ് ഒരിക്കലും സമയത്ത് ലാൻഡ് ചെയ്യത്തില്ല. ലോ കോസ്റ്റ് എയർലൈൻ ഫ്ലൈറ്റ്സ് വിൽ ഡിലേ. ഓക്കെ, അപ്പോൾ നമ്മളൊരു ദിവസം എയർപോർട്ടിൽ ചെന്നപ്പോൾ നമ്മൾ കണ്ടു ലോ കോസ്റ്റ് ആയിട്ടുള്ള എയർലൈൻ ഡിലേ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു 2-3-4 ദിവസം കൂടെ പോയി നമ്മൾ ഈ ഒരു പാറ്റേൺ ഒബ്സർവ് ചെയ്തു. എല്ലാ ദിവസവും ലോ കോസ്റ്റ് എയർലൈൻസ് ഡിലേ ആവുന്നുണ്ടോയെന്ന്. അങ്ങനെ ഡിലേ ആവുന്ന കാണുമ്പോൾ നമ്മൾ കൂടുതൽ പഠനങ്ങൾ നടത്തി ബാക്കിയുള്ള ഇപ്പോൾ നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നാണ് ഇത് ഒബ്സർവ് ചെയ്തെങ്കിൽ ട്രിവാൻഡ്രത്തു നിന്നും അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് ബാക്കി എയർപോർട്ടിലും കൂടെ ഒബ്സർവേഷൻ നടത്തി നമ്മൾ ഒരു ടെൻറ്റേറ്റീവ് അസംഷൻ വെക്കും, എപ്പോഴും ലോ കോസ്റ്റ് എയർലൈൻ ഫ്ലൈറ്റ്സ് ഡിലേ ആവും. ഇങ്ങനെ നമ്മൾ ചെറിയൊരു പ്രോബ്ലം ഒബ്സർവ് ചെയ്തതിൽ നിന്നും ഒരു ജനറലൈസേഷനിലോട്ട് പോകുന്നതാണ് ഇൻഡക്റ്റീവ് റീസണിങ്.